സമുദായ നവീകരണത്തിന് കുടുംബ കൂട്ടായ്മകൾ എന്ന മുദ്രാവാക്യമുയർത്തി പുതുക്കാട് ഫൊറോന കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി ഫൊറോന തല കൺവെൻഷൻ സമുദായ ജ്വാല സംഘടിപ്പിച്ചു. പുതുക്കാട് സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ നടന്ന സംഗമത്തിൽ നൂറുകണക്കിന് പ്രതിനിധികൾ പങ്കെടുത്തു. ഫൊറോന വികാരി ഫാദർ ഡേവിസ് ചെറയത്ത് ഉദ്ഘാടനം ചെയ്തു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഫൊറോന ആനിമേറ്റർ ഫാദർ ലാസർ താനിക്കൽ അധ്യക്ഷത വഹിച്ചു. കുടുംബ കൂട്ടായ്മ ശാക്തീകരണം, സമുദായ നവീകരണം എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ നയിച്ച പ്രത്യേക ക്ലാസുകളും ചർച്ചകളും കൺവെൻഷന്റെ ഭാഗമായി നടന്നു. ഫൊറോന കൺവീനർ റോബിൻസൺ മൂക്കൻ, ജനറൽ സെക്രട്ടറി ജിൻസി ബിജു, ട്രഷറർ മാർട്ടിൻ പുളിക്കൻ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് ഫൊറോന കുടുംബ കൂട്ടായ്മ കൺവെൻഷനെ വിളിക്കുന്ന പേര് സമുദായ ജ്വാല. ഈ ജ്വാല കത്തിച്ചൊരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് ഈ ഓണം നിറഞ്ഞു കവിഞ്ഞ് ഇത് പുറത്തും കുറെ പേര് നിൽക്കുന്നത്. അപ്പൊ പുതുക്കാട് ഫൊറോന കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ അംഗങ്ങളെ പ്രത്യേകമായ വിധത്തിൽ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അനുമോദനങ്ങൾ, വികാരിയത്തിനും കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്കും പ്രത്യേക അനുമോദനങ്ങൾ. നിങ്ങൾ ശക്തീകരിക്കപ്പെട്ടു തന്നെയാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. വലിയ സന്തോഷമുണ്ട്. ഇന്ന് വനിതാ ദിനമാണ്. പുതുക്കാട് ഫൊറോനയിലെ വനിതകള് ശക്തരാണ്. വനിതാ ദിനത്തിന്റെ എല്ലാ ചർച്ചകളും നിങ്ങൾക്ക് കേൾക്കുന്നത് ഇന്ന് മദ്യവിരുദ്ധ ന്യായങ്ങളാണ്. അതുകൊണ്ട് തന്നെ ശക്തിപ്പെടുത്തിന്റെ ഇതിന്റെ മദ്യത്തിന്റെ വീതിയല്ല മദ്യം കഴിക്കാതെ നമ്മുടെ സമുദായത്തെ രക്ഷപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തൽ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഇന്ന് ഈ വർഷം സെപ്റ്റംബർ 4 ആകെ മുഖത്ത് നോക്കുമ്പോൾ ഓടിയിട്ട് ചിരിക്കണം. എല്ലാ പല്ലും അപ്പുറത്താളെ കാണിക്കണം. പല്ല് കാണിക്കാതെ ചിരിക്കരുത്, ഓടിയിട്ട് ചിരിക്കും. ശബ്ദം നന്നായിട്ട് കേൾക്കണം. സെപ്റ്റംബർ 5 60 സെക്കൻഡ്സ്, 60 സെക്കൻഡ് നേരം നോൺ സ്റ്റോപ്പ് ആയിട്ട് ചിരിക്കണം. ഇതാണ് ആദ്യത്തെ പാഠം. നിങ്ങൾ വലിയ ക്ലാസ് വിചാരിച്ചിരിക്കുന്നത് കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ ഒരു 19 മിനിറ്റ് ചില ചിന്തകൾ തരാൻ വേണ്ടി മാത്രമാണ് നിൽക്കുന്നത്. വലിയ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയും. പുതുക്കാട് ഫൊറോനക്കാരാണ്. ഒരു വർഷത്തെ വിശ്വരൂപതയുടെ ഈ തെക്ക് ഭാഗത്ത് കിടക്കുന്ന പ്രബുദ്ധമായ കത്തോലിക്കലുള്ള നാടാണ് ഈ പുതുക്കാട് ഫൊറോന. അതുകൊണ്ട് വലിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്നില്ല, കൊച്ചു കാര്യങ്ങളോടെ കടന്നു. റെഡിയാണല്ലോ? എഴുതി വെക്കുന്നു, ഷേക്കിന് കൊടുക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം ആളുടെ ശരീരം നടക്കണം. ആളുടെ മുഖത്ത് നോക്കുന്നു, ഓടിയിട്ട് ചിരിക്കും. പല്ല് മൊത്തം കാണണം, ശബ്ദം കേൾക്കണം. 60 സെക്കൻഡ് സ്റ്റാർട്ട്. ഈ രീതിയിലായിട്ട് സംസാരിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മുൻപ് നമ്മുടെ ഇവിടെ സംസാരിച്ച വൈദികരെല്ലാവരും വളരെ കൃത്യമായിട്ട് നമ്മുടെ സമുദായത്തിനും സഭയ്ക്കും സമൂഹത്തിനും എങ്ങനെ നിലകൊള്ളണമെന്ന കാര്യം കൃത്യമായിട്ട് ഇവിടെ പറയുകയുണ്ടായി. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു കാര്യം മാത്രം ഈ ഒരു നന്ദി പ്രസംഗങ്ങളിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊരു ന്യൂനപക്ഷ സമുദായ വിഭാഗമാണ്. നമുക്ക് സർക്കാരിൽ ലഭിക്കുന്ന അവകാശങ്ങളും ആനുകൂല്യങ്ങളെല്ലാം നമ്മുടെ ഔദാര്യമല്ല,